2024 ലോഗോസ് ക്വിസിനായി തയ്യാറെടുക്കുന്നവർക്കായി പുതിയൊരു വീഡിയോ. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ നിന്ന്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം: ഡാഷിനെ ബഹുമാനിക്കുക. നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. ഉത്തരം: വൈദ്യനെ. വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നുവെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: അത്യുന്നതനിൽ നിന്ന്. വൈദ്യനെ ഉന്നതനാക്കുന്നതെന്ത്? ഉത്തരം: വൈദ്യൻ്റെ വൈഭവം. വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുമ്പോൾ ആരാണ് അവനെ പ്രശംസിക്കുന്നത്? ഉത്തരം: മഹാന്മാർ. ബുദ്ധിയുള്ളവൻ എന്തിനെ അവഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച ഔഷധങ്ങളെ. കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: തടിക്കഷണം. മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ഉത്തരം: സിദ്ധികൾ. എന്തിനാണ് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത്? ഉത്തരം: മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. എന്തു മുഖേന മനുഷ്യൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സിദ്ധികൾ. എപ്പോഴാണ് ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: രോഗം വരുമ്പോൾ. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും എന്തു കഴുകിക്കളയുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹൃദയത്തിൽ നിന്ന് പാപം. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവന് അർഹമായ സ്ഥാനം നൽകുക. അവനെ ഉപേക്ഷിക്കരുത്. ആരെ? ഉത്തരം: വൈദ്യനെ. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത്, നിനക്കവനെ ആവശ്യമുണ്ട് എന്ന് എത്ര പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്? ഉത്തരം: 2. വൈദ്യൻ്റെ കൈകളിൽ എന്ത് സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വിജയം. എന്തിനു വേണ്ടി വൈദ്യനും കർത്താവിനോട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: രോഗം നിർണയിച്ചു സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ. ആരുടെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്രഷ്ടാവിൻ്റെ. മരിച്ചവരുടെ മൃതദേഹം എപ്രകാരം സംസ്കരിക്കുന്നതിൽ ഉദാസീനത കാണിക്കരുതെന്നാണ് പ്രഭാഷകനിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സമർഹമായി. ദുഃഖം എന്തിൽ കലാശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മരണത്തിൽ. മനുഷ്യൻ്റെ ശക്തി കെടുത്തുന്നത് എന്താണെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹൃദയവേദന. വിനാശത്തിൽ എന്തു ശമിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദുഃഖം. ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദരിദ്രൻ്റെ. നിന്റെ ഹൃദയം എന്തിന് അധീനമാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദുഃഖത്തിന്. എന്തിനെ ഓർത്താണ് ദുഃഖം അകറ്റിക്കളയേണ്ടത്? ഉത്തരം: ജീവിതാന്തം. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്നു നീ. അധ്യായവും വാക്യവുമേത്? ഉത്തരം: പ്രഭാഷകൻ 38-ാം അധ്യായം 22-ാം വാക്യം. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള എന്ത് അവസാനിക്കട്ടെ എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്? ഉത്തരം: സ്മരണ. ആരുടെ വിജ്ഞാനമാണ് വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പണ്ഡിതൻ്റെ. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം എന്തൊഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വ്യഗ്രതകൾ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ എന്തു ലഭിക്കൂ എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ജ്ഞാനം. പ്രഭാഷകൻ 38-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം:
കർഷകനെ. പ്രഭാഷകൻ 38 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഏതെല്ലാം പണിക്കാരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: കർഷകൻ, കൊത്തുപണിക്കാരൻ, കരവേല വിദഗ്ധൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ആര്? ഉത്തരം: കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും. ഉലയിലെ ചൂടേറ്റ് ഇല്ലാതാവുകയും അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് മാംസം ഉരുക്കിക്കളയുന്നതും ആരുടെയാണ്? ഉത്തരം: ഇരുമ്പ് പണിക്കാരൻ്റെ. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന, കൈകൊണ്ട് കളിമണ്ണിനു രൂപം കൊടുക്കുന്ന അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് എണ്ണം നോക്കിയാണ്. ആരുടെ? ഉത്തരം: കുശവൻ്റെ. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആരെയെല്ലാമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം: കർഷകൻ, കൊത്തുപണിക്കാരൻ, കരവേല വിദഗ്ധൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. ആര്? ഉത്തരം: ലോകത്തിൻ്റെ ഘടന നിലനിർത്തുന്ന തൊഴിലാളികൾ. വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ എന്തു നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ലോകത്തിൻ്റെ ഘടന.